ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനെ സ്നേഹിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം പറയുവാണ് നവ്യ ഭർത്താവിനോട്. അപ്പോൾ മുത്തശ്ശൻ പങ്കെടുത്തില്ലെങ്കിലും അവരെല്ലാവരും നല്ല സന്തോഷത്തിലാണെന്ന് പറഞ്ഞു. അവരുടെ സന്തോഷത്തിൻ്റെ മുന്നിൽ നമ്മൾ നന്നായി ജീവിച്ച് കാണിക്കണം. ഇതിനങ്ങനെയാണ് മറുപടി കൊടുക്കേണ്ടതെന്ന് നവ്യ അബിയോട് പറയുക. അല്ലാണ്ട് ഇതൊക്കെ കണ്ട് നമ്മൾ വിഷമിക്കൊന്നും അല്ല വേണ്ടതെന്നും പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഞാൻ അനന്തപുരം തറവാട്ടിലെ പയ്യനായതുകൊണ്ടാണ് എന്നെ അവർ മാനേജറാക്കിയത്. പിന്നെ നിൻ്റെ റെക്കമെൻഡേഷനും ഉണ്ട്. എങ്കിലും മൂർത്തി ജ്വല്ലറിയിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ AN ജ്വല്ലറിക്കാർ ഒരു പ്രത്യേക പരിഗണനയൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് പറയുമ്പം അങ്ങനെയൊന്നും നീ പറയണ്ട. നിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ആരും നിനക്ക് ജോലി തരാനൊന്നും പോകുന്നില്ല. നീ ജയിലിൽ കിടന്നവനാ. കള്ളക്കടത്ത് സ്വർണം വിറ്റതിൻ്റെ പേരിലെന്ന് നവ്യ പറയുമ്പം അവിടേക്ക് എന്നെ പെടുത്തിയതാടി എന്ന് അഭി പറയുമ്പോൾ അങ്ങനെയൊന്നും നീ പറയണ്ട. നിനക്കൊരു സമയത്തേ പണത്തോട് ഭയങ്കര ആർത്തിയായിരുന്നു. അതൊക്കെ മാറി എൻ്റെ നവ്യേ, മാറണം. എന്നെ വിശ്വസിച്ച ഡേവിഡ് സാറ് നിന്നെ മാനേജറാക്കുന്നത്. അതുമാത്രമല്ല, നിന്നോട് ഈ വീട്ടുകാർ ചെയ്ത ചതിയെപ്പറ്റിയൊക്കെ ഡേവിഡ് സാറിന് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അപ്പം അതൊക്കെ എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പം അതൊക്കെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം നവ്യ പറയുവാണ്. അതിൻ്റെ ഒരു സിമ്പതിയും ഡേവിഡ് സാറിന് നിന്നോടുണ്ട്. അപ്പം സത്യം പറയാമല്ലോ നവ്യേ, ഇപ്പം ഞാൻ അദ്ദേഹത്തെ ദൈവത്തെ പോലെയാണ് കാണുന്നത്. അല്ലെങ്കിൽ ഇത്രയൊക്കെ ആരോപണങ്ങൾ എനിക്കെതിരെ നിലനിൽക്കുമ്പോഴേ എന്നെ അങ്ങേരുടെ സ്ഥാപനത്തിലേക്ക് ക്ഷണിക്കുമായിരുന്നു എന്ന് അഭി ചോദിക്കുക. അതിലെ എൻ്റെ ഒരു പ്രഷറും കൂടി ഉണ്ടെന്ന് നീ കൂട്ടിക്കോ. ഞാൻ ഇന്ന് അവരുടെ ഉയർച്ചയ്ക്ക് കാരണക്കാരിയായിട്ടുള്ള ഒരു മോഡലാണ്. അതിൻ്റെ ഒരു നന്ദി കൂടിയാണ് അവരെന്നോട് ഈ കാണിക്കുന്നത്. അതേ നന്ദി നീ അവരോടും കാണിക്കണമെന്നാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. മനസ്സിലായോ? നീ കഴിവ് തെളിയിക്കണം. നീ മാനേജറാകുന്ന ബ്രാഞ്ചേ കുതിച്ചുയരണം. പിന്നെ നിൻ്റെ ടാർഗറ്റ് അതനിയാ, അത് നീ മറക്കരുത്. ആദർശ് അധികാരം കൊടുത്തപ്പം ആദ്യം അവൻ എന്താ ചെയ്തതെന്ന് നിനക്ക് ഓർമ്മയില്ലേന്ന് ചോദിച്ചു. നിന്നെ മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്ന് പാടെ അങ്ങ് ഒഴിവാക്കി. അതൊക്കെ ഒരു വൈരാഗ്യമായിട്ട് മനസ്സിൽ തന്നെ ഉണ്ടാവണം. അതൊക്കെ എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട് നവ്യേ. മൂർത്തീസ് ജ്വല്ലറി തകർന്നിട്ട് AN ജ്വല്ലറി തലപ്പത്ത് വരണമെന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം എന്ന് പറയുമ്പം അത് ഏതാണ്ടൊക്കെ വന്നു കഴിഞ്ഞു. ഈ വിഷു അവർ തൂക്കുമെന്നുള്ള കാര്യം ഉറപ്പാണെന്നും അവരുടെ വളർച്ച കണ്ടിട്ടേ മൂർത്തീസ് ജ്വല്ലറിക്ക് നോക്കി നിൽക്കാനേ പറ്റുള്ളൂ എന്നും നവ്യ പറയുവാണ്. പിന്നെ അവസാനം കൊച്ചുമക്കളെ എല്ലാവരും കൂടി ജ്വല്ലറിയിൽ നിന്ന് എടുത്ത് കളയും അനന്തപുരിയിലെ കാരണവർ. നീ നോക്കിക്കോ, അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാനിവിടെ കാത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നവ്യ അവിടുന്ന് പോകുമ്പോൾ അഭിമോൻ ഭയങ്കര സന്തോഷത്തിലാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയും അതുപോലെ തന്നെ മാളവികയെയാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ സംസാരിക്കുക. ഇന്ന് എനിക്ക് ഡേവിഡിനോടൊപ്പം ആ ഹോട്ടലിൽ പോകാനുള്ള അവസരം വന്നു എന്ന് മാളവിക പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ അറിയാൻ പറ്റുമെന്ന് ചോദിച്ചു ആദർശം. ഞങ്ങൾ ഒരുമിച്ച് കാറിൽ പുതിയ ഷോറൂമിലേക്ക് പോവുമായിരുന്നു എന്നും അവിടുത്തെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാൻ. ആ സമയത്താണ് അയാൾക്കൊരു കോള് വന്നത്. ഞാനത് പറഞ്ഞതുപോലെ വളരെ റെസ്പെക്റ്റ് ആയിട്ടാണ് വിളിച്ച ആളോട് ഇയാൾ സംസാരിച്ചതെന്നും അയാൾക്കുടനെ ഡേവിഡിനെ കാണണമെന്ന് പറഞ്ഞെന്നും അപ്പം പിന്നെ എന്നെയും കൊണ്ട് അങ്ങോട്ട് പോകുമായിരുന്നു എന്നും മാളവിക പറയുക. അവിടെ എത്തിയപ്പോഴേ കാറിനകത്ത് എന്നെ ഇരുത്തിയിട്ട് പോകുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അവിടെ എന്നെ കൊണ്ടിരുത്തിയിട്ട് അയാൾ ദാ വരുന്നുവെന്നും പറഞ്ഞ് അവിടുന്ന് പോയെന്നും പറഞ്ഞു. പിന്നെ വന്നത് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞാണെന്നും മാളവിക പറയുക. അപ്പോൾ അത് കേട്ടപ്പോൾ ആദർശിന് ഭയങ്കര ഒരു ഇത്. അപ്പോൾ വലിയ ഒരു ഇത് തന്നെയാണല്ലോ അവിടുന്ന് നമ്മുടെ മാളവികയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ആ ഹോട്ടലിലുള്ളവർ മുഴുവൻ AN ജ്വല്ലറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് സാറെന്ന് മാളവിക പറയുക. അത് ഞാൻ പറഞ്ഞിരുന്നല്ലോ മാളവിക, അബദ്ധത്തിലാണ് അന്ന് എനിക്ക് അവരുടെ ആ റൂം തന്നത്. എന്നിട്ട് ഉടൻ തന്നെ എന്നെ അവിടെ നിന്ന് ഒഴിവാക്കുകയും ചെയ്തുവെന്നും ആദർശ് മാളവികയോട് പറയണം. പിന്നെ ആ ഹോട്ടൽ നന്ദുവിൻ്റെ നിരീക്ഷണത്തിലാണെന്നും അതുപോലെ തന്നെ സേവിയറും ആ ഹോട്ടലിലേക്ക് വരുന്ന എല്ലാ കോൾസും ട്രേസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു ആദർശ്. അവിടെ ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിനെ നമ്മൾ എന്തായാലും ഉടനെ തന്നെ കണ്ടെത്തുമെന്നും പറഞ്ഞു കൊടുക്കുക. അവന് എന്തായാലും അധികം നാൾ ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും പറയണം. പിന്നെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ വേണ്ടി മാളവികയും പരമാവധി ശ്രമിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പം ഓക്കെ. പിന്നെ അതിനിടയ്ക്ക് ഡേവിഡിന് സംശയത്തിനിട കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞ് ആദർശ് ആ രീതിയിലും പറഞ്ഞു കൊടുക്കുക. ഒരിക്കലൊരു ഡൗട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്തും ചെയ്യാൻ മടിക്കാത്തവനാ നമ്മുടെ ശത്രുക്കൾ അവർ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. ആരോഗ്യപരമായ മത്സരമായിരുന്നെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ ചതിയും വഞ്ചനയും മാത്രം വശമുള്ളവരാണ് മൂർത്തീസ് ജ്വല്ലറിയെ തകർക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അതെപ്പോഴും മനസ്സിലുണ്ടാകണമെന്നും ആദർശ് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ശരിയെന്നും പറഞ്ഞ് ആദർശുമായി കണ്ട് സംസാരിച്ച് ആദർശ് അങ്ങ് പോയി. അത് കഴിഞ്ഞ് പിന്നെ കിടക്കി നമ്മുടെ നന്ദുവിനെ കേട്ടോ. അപ്പോൾ നന്ദുവിൻ്റെ അടുത്തേക്ക് ഇതേ വരുന്നു നമ്മുടെ വേണു. അപ്പോൾ വേണുവിനെ കണ്ടപ്പോൾ താൻ എത്തിയോന്ന് ചോദിച്ചു. വിളിച്ചാൽ പിന്നെ വരാതിരിക്കാൻ പറ്റുമോ മേഡം? ഇരുന്നാട്ടെ. അപ്പോൾ വേണ്ട ഇരിക്കണ്ട എന്ന് പറഞ്ഞു. വിളിച്ച് എന്തിനാണെന്ന് തനിക്ക് മനസ്സിലായെന്ന് നന്ദു ചോദിച്ചേ. അപ്പോൾ ഇല്ല മേഡം, ഒരാൾ കംപ്ലൈൻറ്റ് തന്നിട്ടുണ്ടെന്ന് നന്ദു വേണുവിനോട് പറയാം. താൻ പൈസ വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുത്തിട്ടില്ല എന്നും പറഞ്ഞു. അയ്യോ, ആരാ മേഡം അങ്ങനെ കംപ്ലൈൻ്റ് ഒക്കെ തന്നത് എന്ന് വേണു ചോദിക്കുക. ഞാൻ ആർക്കും അങ്ങനെയൊന്നും കൊടുക്കാനില്ലല്ലോ. എടോ,
ദേ എന്നോട് തന്നെ വേണോടോ തൻ്റെ ഈ അടവൊക്കെ? സുധാകരൻ എന്ന് പറയുന്ന ഒരാൾക്ക് താൻ പൈസ കൊടുക്കാനില്ലേ എന്ന് ചോദിച്ചു. ഓ സുധേട്ടൻ, അത് പിന്നെ അദ്ദേഹം പൈസ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് എന്തിനാ കംപ്ലൈൻറ്റ് ചെയ്യുന്നത്? ഒന്ന് വിളിച്ചാൽ പോരായിരുന്നോ? വിളിച്ചിട്ട് താൻ എടുക്കുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ കംപ്ലൈൻറ്റ് കൊടുക്കാതിരിക്കും? അയാൾ വീട്ടിലോട്ട് വരുമ്പോൾ തൻ്റെ ഭാര്യയും മോളും പുറത്തിറങ്ങിയിട്ടേ താൻ അവിടെ ഇല്ലെന്നാണ് പറയുന്നതെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ നേരം നമ്മുടെ വേണു പറയും. അതിനിടയ്ക്ക് വഴിയിൽ വെച്ച് കണ്ടപ്പോൾ പലിശയ്ക്ക് കൊടുക്കുന്നത് തെറ്റാണെന്നും പറഞ്ഞ് താൻ അയാളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തില്ലേ എന്ന് ചോദിച്ചു. അതൊക്കെ തെറ്റല്ലേ മേഡം? ആ തെറ്റാണ്, പക്ഷേ അയാൾ പലിശയ്ക്ക് പണം തന്നു എന്നല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. തനിക്ക് കടമായിട്ട് 4-5 ലക്ഷം രൂപ തന്നെന്നാ അതിന് രേഖകളും ഉണ്ട് അങ്ങേരുടെ കയ്യിൽ. അല്ല എപ്പോഴത്തേക്കായിരിക്കും അത് കൊടുക്കാൻ പറ്റുക? എനിക്കൊരു 2-3 മാസം സാവകാശം വേണം മേഡം, അല്ലെങ്കിൽ 2 ആഴ്ചയാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. അയാൾക്കതൊക്കെ പറയാം, പക്ഷെ എൻ്റെ അവസ്ഥ അത് മേഡത്തിന് അറിയാമല്ലോ. എനിക്കതറിയേണ്ട യാതൊരു കാര്യവുമില്ല. തനിക്ക് എന്നീ സുധാകരൻ എന്ന് പറയുന്ന ആളുടെ കാശ് കൊടുക്കാൻ പറ്റും? അത് തന്നെ ഒരു 2-2.5 മാസം. അപ്പം വേണുവിനെ ഇങ്ങനെ അടിമുടി നോക്കി നമ്മുടെ നന്ദു. അപ്പോൾ 2 അല്ലെങ്കിൽ 1.5 ഉറപ്പിക്കാം മേഡം. അന്നേരം ഇതെന്താ ലേലം വിളിയാണോ എന്ന് അവിടുത്തെ ASI അന്നേരം ചോദിച്ചു. ലോക്കപ്പിലിട്ട് ഇവനെ 2 എണ്ണം പൊട്ടിച്ച് വേണം പറഞ്ഞു വിടാമെന്ന് പറയുമ്പം അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ മേഡം. നീ ചെയ്ത തെറ്റിൻ്റെ വലിപ്പമൊക്കെ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും നീ പണം കൊടുക്കാത്ത കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത്, മറ്റു പലതും ഉണ്ടെന്ന് നന്ദു ഇങ്ങനെ ഞാനോട് പറയാം. പിന്നെ 1.5 മാസം കഴിഞ്ഞും ഈ പരാതി ഇതുപോലെ നിലനിന്നാലേ പിന്നെ നിനക്ക് എൻ്റെ കൈയുടെ ചൂട് ഒരിക്കൽ കൂടി അറിയേണ്ടി വരുമെന്ന് പറഞ്ഞു നന്ദുവെ. അതിനു മുമ്പ് ഞാൻ വേണ്ടത് ചെയ്തോളാം മേഡം എന്ന് വേണു. എന്നാ പൊയ്ക്കോ എന്ന് പറഞ്ഞു വേണുവിനെ പറഞ്ഞു വിട്ടു. വേണു അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ നന്ദു ഇങ്ങനെ അവിടെ നിൽക്കുക. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേണു വീട്ടിൽ ചെന്ന് വിവരം പറയാം. അപ്പോൾ ഭാര്യ ഇങ്ങനെ നാട് നീളെ നടന്ന് കാശ് മേടിക്കുന്നതിനെ പറ്റി ഓരോരുത്തരായിട്ട് കുരുങ്ങുന്നതിനെ പറ്റിയൊക്കെ പറയാം. വീണ്ടും കടം കയറി മുടിയല്ലേ, ഈ വീടിൻ്റെ വാടക ഇതുവരെ കൊടുത്തിട്ടില്ല, ലോണുകളാണെങ്കിൽ എല്ലാം മുടങ്ങിക്കിടക്കുക തുടങ്ങിയതെല്ലാം ഇങ്ങനെ പറയുന്നു. ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ. അത് പറ എന്നും പറഞ്ഞ് ഇങ്ങനെ അന്നേരം വേണു ആത്മഹത്യ അത്രേ ഉള്ളൂ, അതല്ലാതെ വേറൊന്നും ഞാൻ മുന്നിൽ കാണുന്നില്ല എന്ന് രേവതി പറയുമ്പം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക അനാമിക. എൻ്റെ ദൈവമേ, ഇവളെ പറഞ്ഞാൽ മതിയല്ലോ, നല്ലൊരു ജീവിതം കിട്ടിയിട്ട് നീ തോലച്ച് കളഞ്ഞില്ലേടി. അവിടെ കടിച്ചു പിടിച്ച് നിന്നിരുന്നെങ്കിലും നിനക്ക് എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് കിട്ടിപ്പോയനെന്നും പറയുക. ഇനിയിപ്പോൾ ഒരേ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ, അവനെ പോയി ഒന്ന് കാണാം, ആ വക്കീലിനെ. ഏത് വക്കീലിനെ? ആ നവീനെ പോയി കാണാമെന്ന്. അയാളെ കണ്ടിട്ട് എന്താ കാര്യം വെച്ചാ? പിന്നെ അയാളാ കോടതിയിൽ എന്നെ മനോരോഗിയാക്കിയത്, അതല്ലേ ഇപ്പം തലവേദന ആയത്. അത് അവൻ ആക്കിയതൊന്നും അല്ലല്ലോ, അതങ്ങനെ ആയിരുന്നില്ലേ? നീ മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ടല്ലോ എന്ന് രേവതി അന്നേരം അനാമികയോട് പറയുന്നു. എൻ്റെ പൊന്നു രേവതി, നമുക്ക് നവീനെ കണ്ടെന്ന് കാല് പിടിച്ച് നോക്കാമെന്ന് പറയുമ്പം അനന്തപുരിക്കാരുടെ കാല് പിടിക്കാൻ പോയിട്ട് നല്ലതല്ലേ കിട്ടിയതെന്ന് ചോദിച്ചു. അവൻ തല്ലേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ, അവനും നമ്മളുമായിട്ട് അത്രയ്ക്ക് വൈരാഗ്യമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അവൻ്റെ അടുത്ത് പോകുന്നത് പൈസ കടം ചോദിക്കാൻ വേണ്ടിയിട്ടും അല്ല. എന്തായാലും ഡിവോഴ്സ് നടക്കും. ആ ഒരു സമയത്ത് എന്തെങ്കിലും നഷ്ടപരിഹാരം വാങ്ങിച്ചു തരാൻ അവനോട് പറയാം. അപ്പോൾ അനന്തപുരിക്കാരെ സംബന്ധിച്ചിടത്തോളം 1-2 കോടി എന്നൊക്കെ പറയുന്നത് നിസ്സാര തുകയാണ്. അപ്പോൾ മുൻപ് കോടതിയിൽ കേസ് നടന്നപ്പോൾ ആ കേസിൽ നിന്ന് ഒഴിവാക്കാൻ വക്കീലിനെ കൊണ്ട് 20 കോടിയല്ലേ ഇങ്ങനെ ചോദിപ്പിച്ചത്. അന്ന് ലോട്ടറി അടിച്ചെന്നും പറഞ്ഞല്ലേ നടന്നതെന്നൊക്കെ അമ്മ ചോദിക്കുമ്പം അന്ന് അനന്തപുരിക്കാരും ചതിച്ചു, നമ്മുടെ വക്കീലും നമ്മളെ ചതിച്ചു, അതല്ലേ സംഭവിച്ചത്. പിന്നെ ഈ നാരാസിംഹ അയാളുടെ കൊച്ചുമോനും ഒക്കെ മനുഷ്യപ്പറ്റുള്ളവരാ. ചിലപ്പോൾ നമ്മുടെ കണ്ണുനീരവർ കണ്ടാലോ എന്നൊക്കെ പറഞ്ഞ് വേണു ഇങ്ങനെ. നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ അതിനൊന്നുമില്ലല്ലോ രേവതി, ഒരു വാക്കല്ലേ ഉള്ളൂ, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇനി അവർ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് ചോദിച്ചപ്പോൾ അനാമിക ചോദിക്കുമ്പോൾ നീ മിണ്ടിപ്പോകരുത്, നിന്നെ ഒറ്റയൊരുത്തിയെ കണ്ടിട്ടാണ് ഞാൻ ലക്ഷങ്ങൾ കടം വാങ്ങിയത്, നിനക്ക് വേണ്ടിയാണ് വാങ്ങിച്ചത്, നീ മറക്കരുത് എന്നും പറഞ്ഞ് വേണു അനാമികയെ വഴക്ക് പറയുന്നു. മക്കൾ നന്നായില്ലെങ്കിലേ കുടുംബനാഥൻ ഇതുപോലെ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് അതിനേക്കാളും ചൂട് നെഞ്ചിലിട്ടുകൊണ്ട് നടക്കേണ്ടി വരും എന്നും പറഞ്ഞ് വേണു പോകാൻ നോക്കുമ്പം അതേ വക്കീലിനെ കാണാൻ പോകണമെന്ന് ചോദിച്ചു രേവതി. അതെ എന്നും പറഞ്ഞ് വേണു അവിടെ നിന്ന് അങ്ങ് പോയി. വേണു പോയി കഴിഞ്ഞപ്പോൾ എടി നിനക്ക് വേണ്ടി ഞാനും അങ്ങേരി എത്ര തല്ല കൊണ്ടാന്നറിയുമോ, ആ നന്ദും കൂട്ടുകാർ എത്ര തവണ ഈ വീടിനകത്ത് കയറി തല്ലിയതെന്നൊക്കെ അമ്മ മോളോട് ചോദിക്കുമ്പോൾ മോൾക്ക് ഭയങ്കര കലിപ്പ്. മോളെന്നിട്ട് കലി കയറി ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. അത് കഴിഞ്ഞ് പിന്നെ വേണു നേരെ അവരുടെ വീട്ടിലേക്ക് ചെന്നു നവീൻ്റെ. അപ്പം പത്മമാണ് വന്ന് വാതിൽ തുറന്നത്. ഹലോ, എന്നെ അറിയോ എന്ന് ചോദിക്കുക വേണു. അപ്പം നിങ്ങൾ അനാമികയുടെ അച്ഛനല്ലേ എന്ന് ചോദിച്ചു. അപ്പം അറിയാമല്ലേ എന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ അനിയുടെ കല്യാണത്തിനുണ്ടായിരുന്നല്ലോ, അന്നേരം ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അല്ല എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? അല്ല എനിക്ക് വക്കീലിനെ ഒന്ന് കാണണമായിരുന്നു. ഏത് വക്കീലിനെ? അത്
ഇവിടെ 2 വക്കീലന്മാരുണ്ടല്ലോ. നരസിംഹൻ സാറിനെ അല്ല, അദ്ദേഹത്തിൻ്റെ കൊച്ചുമോനെയാണ് കാണേണ്ടത്. വന്നോളാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയി. ആ സമയം നവീൻ ഇറങ്ങിയ ആരാമ്മയെന്ന് ചോദിച്ചു. നിന്നെ കാണാൻ വന്നതാണെന്നും പറഞ്ഞ് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ആരായത്? സാർ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറയുമ്പോൾ, സഹായിക്കാനോ? എന്താ ഭിക്ഷ എടുക്കാൻ ഇറങ്ങിയതാണോ എന്ന് ചോദിക്കാം. അമ്മേ വല്ല 10 100 കൊടുത്ത് പറഞ്ഞു വിടാൻ പറഞ്ഞു നവീനെ. അന്നേരം കൊച്ചാക്കല്ലേ സാറേ, കോടതിയിൽ ഡിവോഴ്സ് കേസൊക്കെ നടക്കല്ലേ, ഒന്ന് ഇടപെടണം എന്ന് പറയുമ്പം, ഞാനാണ് അനിയുടെ കേസ് നോക്കുന്നത്, അവൻ്റെ ഭാഗം ജയിക്കണം, അവൻ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മകളിൽ നിന്ന് മോചനം കിട്ടണം. എൻ്റെ മകളിൽ നിന്ന് മോചനം കിട്ടാൻ അവൻ ആഗ്രഹിക്കുന്നത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല സാറേ, അത് അവൻ എത്രയും പെട്ടെന്ന് അവളെ കെട്ടണം, ആ നന്ദുവിനെ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ നവീൻ നടുങ്ങി അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കും. നന്ദുവിനെയോ? എന്ത് അനാവശ്യം നിങ്ങൾ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പം, ഞാൻ പറയുമ്പം അത് അനാവശ്യമായിട്ട് സാറിന് തോന്നും, പക്ഷെ സത്യം അതാണെന്ന് ഈ വേണു പറയുക. അപ്പോഴത്തേക്ക് ഇവർ ഇനിയിപ്പോൾ അവൻ ആരെ കെട്ടിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എൻ്റെ പൊന്ന് സാറേ, കോടതിയിൽ ഡിവോഴ്സ് നടക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം വാങ്ങിച്ച് തരണം. പിന്നെ കടക്കാരെ കൊണ്ട് പൊറുതി മുട്ടി അതുകൊണ്ടാണ്. അപ്പം നിങ്ങളും നിങ്ങളുടെ മോളും ഒക്കെ ആ കുടുംബത്തോട് ചെയ്ത ചതിയുണ്ടല്ലോ, അത് ആർക്കും മറക്കാനും പൊറുക്കാനും ഒന്നും പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് മൂർത്തി സാറ് നിങ്ങൾക്ക് കാലണ പോലും തരുമെന്ന് തോന്നണില്ല എന്ന് പത്മം പറഞ്ഞു. തരത്തില്ല, ഞാനും മോളും കൂടി നേരിട്ട് പോയി എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നു കരണത്ത്. അപ്പം കരണത്തല്ലേ തന്നുള്ളൂ, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ചവിട്ടി കൂട്ടിയാനെ നിങ്ങളെ. അപ്പം എൻ്റെ പൊന്നു സാറേ, ഇനി എന്നെ ചവിട്ടി കൂട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ജീവിച്ചിരുന്നാലല്ലേ പറ്റുള്ളൂ എന്ന് വേണു ഇവരോട് ചോദിക്കാം. ഒരു ആത്മഹത്യയെപ്പറ്റി പോലും ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക സാറേ എന്നൊക്കെ പറഞ്ഞ് പലിശക്കാർ കേസൊക്കെ കൊടുത്തു കഴിഞ്ഞു. SI നന്ദു ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വാണിംഗും തന്നെന്നും പറഞ്ഞു. ഇനിയിപ്പോൾ അവധി പറയാനൊന്നും പറ്റത്തില്ല, അങ്ങനെ വന്നാൽ കുടുംബത്തോടെ എന്തെങ്കിലും കഴിച്ചു മരിക്കേണ്ടി വരുമെന്നൊക്കെ പറയുമ്പം, അത് തന്നെയാണ് നല്ലത്. തന്നെയും തൻ്റെ മോളെയും പോലെയുള്ളവർ ജീവിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല എന്നാണ് നവീൻ എന്നരി ഇയാളോട് പറയണം. ഇപ്പം തന്നെ തൻ്റെ നാവിൽ നിന്ന് നല്ലൊന്നും അല്ല വരുന്നത്. അനിയെ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട് അടുത്ത കഥ മെനയുകയല്ലേ എന്ന് ചോദിച്ചപ്പം, അയ്യോ അത് ഞാൻ ഉണ്ടാക്കിയ കഥയൊന്നും അല്ല എൻ്റെ സാറേ, എൻ്റെ മോളെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു, അതെൻ്റെ മോൾക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ താനൊന്ന് പോടോ, ഇനൊരു അക്ഷരം താൻ സംസാരിച്ചു പോയിരിക്കരുത്, സംസാരിച്ച ആ മൂർത്തി സാർ തന്നതിൻ്റെ ബാക്കി ഞാൻ തരും എന്നും പറഞ്ഞ് നവീൻ വേണുവിനോട് പറയുമ്പം, ഞാനിപ്പോൾ ഒരു ചെണ്ടയാ സാറേ, ആര് തല്ലിയാലും നിന്നുകൊള്ളും എന്ന് വെച്ച് ഇപ്പോൾ പറഞ്ഞത് കള്ളവല്ല എന്ന് വേണു വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കാം. വേണ്ടാത്ത കാര്യങ്ങൾ ഒരുപാട് ഈ നാവിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. എന്നാലേ എനിക്ക് നന്ദുവിനോടുള്ള ഇഷ്ടം 100% സത്യമാണെന്ന കാര്യം പറയുമ്പം നവീൻ്റെ ചങ്കിടിച്ചു. ഈശ്വര എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അല്ലെങ്കിൽ അതേപ്പറ്റി സാറൊന്ന് അന്വേഷിച്ച് നോക്കാൻ പറഞ്ഞു. അതും പറഞ്ഞ് അവിടെ നിന്ന് വേണു അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പത്മം, അയാൾ പറഞ്ഞത് ശരിയായിരിക്കും എടാ, എന്താ അവൻ അവളെ ഇഷ്ടപ്പെട്ടൂടെ എന്ന് ചോദിക്കുകയാണ്. അതിനുള്ള സാധ്യതയൊക്കെ കുറവാമേന്ന് നവീൻ പറഞ്ഞു. അങ്ങനെയൊന്നും നീ പറയണ്ട, വലിയ വലിയ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ചില പെൺകുട്ടികൾ ആ വീട്ടിലെ ആൺകുട്ടികളെ വശത്താക്കാൻ നോക്കും. അങ്ങനെയല്ലേ നവ്യൻ നയനയൊക്കെ ആ വീട്ടിലേക്ക് കടന്നുകൂടിയത്? അവർ കയറാനുള്ള സാഹചര്യമൊക്കെ അമ്മയ്ക്ക് അറിഞ്ഞൂടെ? പിന്നെന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് നവീൻ ചോദിക്കുമ്പം, എന്തൊക്കെ പറഞ്ഞാലും നവ്യയ്ക്കും നയനയ്ക്കും ആ വീട്ടിലെ മരുമക്കളാകാനുള്ള യാതൊരു യോഗ്യത ഉണ്ടായിരുന്നില്ല. ചതിയിലൂടെയല്ലേ നയന ആദർശിൻ്റെ ഭാര്യയായത്. അതുകൊണ്ട് ആദർശേട്ടൻ്റെ ജീവിതം രക്ഷപ്പെട്ടെന്ന് നേരം നവ്യം പറഞ്ഞു. അത്രയും നല്ലൊരു പെൺകുട്ടിയെ ഇന്നത്തെ കാലത്ത് എവിടെ കിട്ടും അമ്മയെന്ന് ചോദിച്ചു. പിന്നെ എന്നും പറഞ്ഞു നിൽക്കുക പത്മം. അവർ 3 മക്കളിലും നവ്യയ്ക്ക് മാത്രമേ കുറച്ച് കുഴപ്പമുള്ളൂ എന്നും അബിയുടെ കൂടെ കൂടിയതിൽ പിന്നെ അത് പിന്നെ പറയുകയേ വേണ്ട എന്നും പറഞ്ഞു നവീൻ. എന്നാൽ നയനയും നന്ദുവും നല്ല ഡീസൻ്റ് ആയിട്ടുള്ളവർ. അത് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ അറിഞ്ഞതാണ്, അല്ലാതാരും പറഞ്ഞു തന്ന കാര്യമൊന്നും അല്ല എന്നും പറഞ്ഞുകൊണ്ട് നേരത്തേക്ക് അമ്മ എവിടെ നിന്ന് പോയി. പിന്നെ നവീൻ്റെ ഉള്ളിൽ ടെൻഷൻ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അയാൾ പറഞ്ഞതിനെ പറ്റി ഒന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞേക്കുവാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നവീൻ അനാമികയെ കാണുവാണ്. അപ്പോൾ അന്നേരം സംസാരിക്കുന്ന കൂട്ടത്തിൽ അന്ന് ഞാൻ കോടതിയിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ സാറിന് ഓർമ്മയില്ലേ? കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ അനിയുടെ മനസ്സിൽ നന്ദു ആയിരുന്നു എന്ന് അനാമിക പറയുവാണ്. പിന്നെ അതുകൊണ്ടാണ് എന്നെ അവന് സ്നേഹിക്കാൻ പറ്റാണ്ട് പോയെന്ന് പറയുമ്പം, എന്നിട്ടന്ന് കോടതിയിൽ നന്ദുവിൻ്റെ പേര് നീ പറഞ്ഞില്ലല്ലോ, അതൊക്കെ പറയുന്നതിന് മുൻപ് സാറിനെ ഒരു മെൻ്റൽ പേഷ്യൻ്റ് ആക്കിയില്ലേ എന്ന് ചോദിച്ചു. അത് ശരിയായിരുന്നല്ലോ, അതോടെ എൻ്റെ ഭാഗം ജയിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായെന്നും അതുകൊണ്ടാണ് അത്തരം സംസാരങ്ങളിലേക്ക് ഞാൻ പോകാതിരുന്നതെന്നും പറയാം അനാമിക. എനിക്ക് നന്ദുവിനെ വലിയ ഇഷ്ടമായിരുന്നു, തിരിച്ച് അവൾക്ക് അങ്ങനെ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. അവളുടെ ഒരു രീതി വെച്ചിട്ട് ഒരു ദാമ്പത്യ ജീവിതം ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല, അത്രയ്ക്ക് ബോൾഡാണെന്നും അനാമിക പറയുക. അപ്പം അത് നീ പറഞ്ഞത് ശരിയാ, എൻ്റെ ജൂനിയറായിട്ടാണ് നന്ദു പഠിച്ചത്, അക്കാലത്തൊക്കെ അവളോട് കുറച്ച് അകലം പാലിച്ചാണ് ആൺകുട്ടികളൊക്കെ നിന്നിട്ടുള്ളതെന്നൊക്കെ പറയുന്നു. അവൾ കുറച്ച് വൈകാരികമായിരുന്നതിനെ കൂട്ടിക്കോ, പിന്നെ അവൾക്ക് പ്രേമമൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് അവളോട് മുടിഞ്ഞ പ്രേമമായിരുന്നു എന്ന് ഈ അനാമിക പറയാം. ഞങ്ങളുടെ കല്യാണത്തിൻ്റെ തലേദിവസമാണ് അനി ആദർശേട്ടനോട് ഇക്കാര്യം പറയുന്നതെന്നും പറഞ്ഞു.
അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ നിങ്ങളുടെ കല്യാണത്തിന് മുമ്പ് ഉണ്ടായല്ലേ? ഉണ്ടായെന്ന് പറഞ്ഞു. സാറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ അനി? എന്നിട്ട് ഈ കാര്യമൊന്നും സാർ അറിഞ്ഞില്ലേന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അവൻ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നവീൻ ആകെ വല്ലാണ്ടായിട്ടോ. അപ്പോൾ അനാമിക ഇങ്ങനെ നിൽക്കുക. പിന്നെ നീ നിൻ്റെ അച്ഛനൊക്കെ പറഞ്ഞതാ, ഞാൻ മൊത്തത്തിൽ അങ്ങ് വിഴുങ്ങുന്നില്ല കേട്ടോ എന്ന് അനി നമ്മുടെ നവീൻ പറയുമ്പം, അങ്ങനെയെങ്കിൽ സാർ എന്തിനാ എന്നെ കാണാൻ വന്നേ? അച്ഛൻ പറഞ്ഞങ്ങ് വിട്ടുകളഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിച്ചു അനാമിക. അതൊക്കെ പോട്ടെ, അനി നന്ദുവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാൻ സാറിനെന്താ അത്ര ആകാംക്ഷ എന്ന് ചോദിച്ചപ്പം, ഹേയ് എനിക്ക് ആകാംക്ഷയും കാര്യങ്ങളൊന്നുമില്ല, പിന്നെ ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പം, എൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോഴേ സാർ എന്നെ ആയിരുന്നില്ല കാണേണ്ടിയിരുന്നത്, അവനെയായിരുന്നു, അനിയെ. അവൻ സത്യസന്ധനായിരുന്നെങ്കിലേ നടന്നതൊക്കെ സാറിനോട് പറഞ്ഞേനെ എന്ന് ഈ അനാമിക അന്നേരം പറയാം. പിന്നെ സാർ അവനെ ഒന്ന് കണ്ടു നോക്കാൻ എന്നിട്ട് ഈ അനാമിക പറയുവാണ്. ഇപ്പം നവീന മൊത്തത്തിലാകിയൊരിത്, സർ എൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, അതുപോലെ തന്നെ അനിയും തെറ്റ് ചെയ്തിട്ടുണ്ട്. നന്ദുവിനെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്ന അനിക്ക് എൻ്റെ നല്ലൊരു ഭർത്താവാകാനേ കഴിഞ്ഞിട്ടില്ല. ഒരു ദിവസം പോലും അവൻ എന്നോട് നീതി പുലർത്തിയിട്ടുമില്ല എന്ന് പറയുമ്പം, അതൊക്കെ നീ വിട്, നിൻ്റെ ക്യാരക്ടർ അത്ര നല്ലതൊന്നും അല്ലല്ലോ. സാറേ, അച്ഛൻ പറഞ്ഞത് സത്യമാണെന്ന് അനാമിക വീണ്ടും പറയുന്നു. ജീവിക്കാൻ ഒരു മാർഗവും ഇല്ല. ഡിവോഴ്സ് ആകുമ്പോൾ ഒരു തുക നഷ്ടപരിഹാരമായിട്ട് കിട്ടിയിരുന്നെങ്കിൽ അച്ഛൻ അത് വല്ലാത്തൊരു ആശ്വാസം ആയേനെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നവീനൊന്ന് ചിരിച്ചു. അനന്തപുരിക്കാർക്ക് പൈസയ്ക്ക് പഞ്ഞൊന്നും ഇല്ലല്ലോ സാറേ എന്ന് കരുതി അവർ പൈസ വെറുതെ കളയുന്ന കൂട്ടത്തിലുള്ളവരല്ല കേട്ടോ. എന്തായാലും നീ പറഞ്ഞ സത്യമാണെന്ന് ഞാൻ അന്വേഷിക്കട്ടെ എന്ന് നവീൻ പറയാം. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കിയൊക്കെ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നവീൻ അങ്ങ് പോയി. അനാമിക ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. ഇത് കഴിഞ്ഞ് നവീൻ നേരെ വണ്ടി എടുത്തുകൊണ്ട് പോവുക. ഈ സമയത്ത് ഇവർ പറഞ്ഞൊക്കെ പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നു. പക്ഷേ സാഹചര്യം അനിക്കെതിരാണല്ലോ, ഇനിയിപ്പോൾ എന്തായാലും സത്യാവസ്ഥ അറിഞ്ഞേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവീൻ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞ് നേരെ കനകയും ഗോവിന്ദനെയും കാണാനായിട്ട് പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മോനൊന്ന് പിറന്നാളായിട്ടൊരു സ്വർണ്ണമോതിരം കൊണ്ടിട്ടു എന്ന് അറിഞ്ഞപ്പോഴേ ഞങ്ങൾ ഞെട്ടിപ്പോയി എന്ന് ഈ കനക പറയാം. അപ്പോൾ അതെ ഇത്രയും വിലപിടിപ്പുള്ള സമ്മാനമൊന്നും കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാം അവർ. അപ്പോൾ അതിൻ്റെ കാരണമൊക്കെ ഞാൻ പറഞ്ഞല്ലോ അങ്കിളെ, അവൾ എന്നെ പല കേസിലും സഹായിച്ചിട്ടുണ്ടെന്നും അവളുടെ പിറന്നാൾ ദിവസം പോലും എനിക്ക് പരിചയമുള്ള 2-3 പയ്യന്മാരെയും എൻ്റെ വാക്ക് കേട്ടിട്ട് അവൾ വിട്ടയച്ചതെന്നൊക്കെ ഇങ്ങനെ പറയണു. അപ്പോൾ പിന്നെ അതിന് എന്തെങ്കിലും പാരിതോഷികം ഞാൻ കൊടുക്കണ്ടേന്നും ചോദിച്ചു. അല്ല മോൻ്റെ കല്യാണക്കാരൊക്കെ എന്തായി എന്ന് കനക ചോദിക്കുമ്പം, ആൻറ്റിക്ക് അറിയാലോ അമ്മയുടെ സ്വഭാവം, എനിക്ക് ഇഷ്ടപ്പെടുന്നവരെ ഒന്നും അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല, തിരിച്ചും അത് അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു. ആ കുട്ടി നല്ല കുട്ടിയായിരുന്നു, അബി അവൻ്റെ അമ്മയും അത്രയ്ക്ക് പോരെങ്കിലും അവന്തിക മോളെക്കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണെന്ന് പറഞ്ഞു കേട്ടോ ഗോവിന്ദേട്ടൻ. അപ്പം ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിച്ചതല്ലേ, അന്നൊന്നും ഞാൻ അവളെ അങ്ങനെ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നിങ്ങനെ നവീൻ ഇവരോട് രണ്ടുപേരോടും പറയാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇവിടെ ഒരാൾ കല്യാണപ്രായം കഴിഞ്ഞ് നിൽക്കുകയാണല്ലോ, നന്ദുവിൻ്റെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനം ആയില്ലല്ലേ എന്ന് ചോദിച്ചപ്പം, അയ്യോ അതും മോൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാ, കല്യാണത്തെക്കുറിച്ച് പറഞ്ഞ അവൾ ഞങ്ങളെ തല്ലാൻ വരും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു. അപ്പോൾ എന്ന് പറഞ്ഞ നവീൻ ഇരിക്കുന്നേ. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം അറിഞ്ഞായിരുന്നു, ആര് പറഞ്ഞു എന്നൊന്നും എന്നോട് ചോദിക്കരുത് കേട്ടോ. ഈ എനിക്ക് നന്ദുവിനോട് എന്തെങ്കിലും അടുപ്പമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി മുഖമൊക്കെ വല്ലാണ്ടാക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണില്ലേ? എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടോ. ടാറ്റാ.